കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ 8ാം ഉത്സവം അതിഗംഭീരമാണ്, നല്ല തിരക്കുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അതിനുശേഷം നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്നിപ്പോൾ ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴുതിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്ക് അടയ്ക്കുന്നതിൻ്റെ മുൻപ് എത്താൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് അവിടെ പോയി വന്നപ്പോഴേക്ക് സമയം വഴുകി. അപ്പോൾ ഏതായാലും അതുകൊണ്ട് കുറച്ച് മെച്ചമുണ്ടായി. ദേവിയുടെ അവിടെയൊക്കെ നല്ല അലങ്കാരം കാണാനായി എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ വന്ന് ആ ഗോപുരവാതിലാണ് കടന്നിട്ട് ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിന് മുകളിലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കൊക്കെ കാണാം. വലത് സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് നല്ല രസമാണ്. വളരെ സിമ്പിളായിട്ടുള്ള, മുഴുവനായിട്ടൊന്നുമില്ല. ഉണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണൊക്കെ കൊടുത്ത് അരമണിയും കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി ഒരു വിധം ഉള്ള ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. അങ്ങനെ മുകളിൽ ഒരു കല്ല് വെച്ച പോലത്തെ ഒരു മാല, ഒരു പതക്കം പോലത്തെ മാലയും, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അപ്പോൾ 2 കൈ കൊണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടക്കുഴലാണെന്നാണ് തോന്നുക. കണ്ട എല്ലാവരും സംശയിക്കുകയും ചെയ്യും ഓടക്കുഴലാണെന്ന്, പക്ഷേ വെണ്ണയാണ്. അപ്പോൾ ആ വെണ്ണയുടെ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയാലാണ് വെണ്ണയാണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ 2 കൈയിലും വെണ്ണ അങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് മുഖത്തേക്ക് നോക്കിയാലോ ആ കയ്യിലുള്ള വെണ്ണയുടെ ആ പുഞ്ചിരി മുഴുവൻ മുഖത്തുമുണ്ട്. കാരണം എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ. 2 ഇഷ്ടമാണ്, ഓടക്കുഴലായാലും ഇഷ്ടമാണ്, വെണ്ണയായാലും ഇഷ്ടമാണ്. പക്ഷേ വെണ്ണയ്ക്ക് ഒന്നുകൂടി കഴിക്കാനുള്ളതാവുകൊണ്ട് ഒന്നുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ മുഖത്തേക്ക് ആ നല്ല പുഞ്ചിരിയുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കിയാൽ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുമുടിമാല 2 വെളുത്ത പൂവിൻ്റെ, നന്ദ്യാർവട്ടത്തിൻ്റെ ആ പൂവിൻ്റെ 2 മാലയുണ്ട്. ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ ഉണ്ടമാല, പക്ഷെ അങ്ങനെ 4 പുറം വലുതാക്കിയിട്ടുള്ള ഉണ്ടമാല, ഇതോട് ചേർത്തിട്ടല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ തനിയെ നിൽക്കണ മാതിരിയാണ് തോന്നുക. ഉണ്ണിക്കണ്ണനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ പോലെ. ആ മാല കുറച്ച് ദൂരെ, വിഗ്രഹം മുഴുവനായിട്ടുള്ളത്, അത് തെച്ചിയും തുളസിയായിട്ടുള്ളതും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കളഭം കൊണ്ട് കിരീടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ രൂപം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഉത്സവമാണ്. അപ്പോൾ വരാൻ പറ്റാത്തവർക്കും വന്നവർക്കും എല്ലാവർക്കും ഇവിടെ വന്ന് കാണാം. നമ്മളെ മനക്കണ്ണിൽ കാണുക. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ വരുമ്പോൾ ചെറിയ ചുമരിൻ്റെ മുകളിലത്തെ ചെറിയ ആലിലക്കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലങ്കാരങ്ങൾ നല്ല രസമായിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ മുഖത്തിൻ്റെ ഭാഗം വരെ ചുവന്ന കളഭം, ആ ഒരു കളറ്, പിന്നെ മഞ്ഞ കളറ്, അങ്ങനെ. പിന്നെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെ ആകെ ഒരു മാലയുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ മായാദേവീനെയും ഗണേശനെ കണ്ടു തൊഴാം. ചെറിയ ഗണേശൻ, മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ ഗണേശനൊക്കെ ഒരു മാല, തുളസിമാല ചാർത്തിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോഴോ നിറയെ മാലകൾ, തോരണം തൂക്കിയ മാതിരി ധാരാളം. അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ മുകളിൽ നിറയെ ചെണ്ടുമല്ലിപ്പൂവും ഒക്കെ വെച്ചിട്ടുള്ള മാലകൾ, പിന്നെ മുകളിൽ താമര, പിന്നെ വെളുത്ത പൂവും തുളസി, ഇന്നാകെ മാലകളാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ച. പിന്നെ അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിൽ നോക്കിയാൽ നരസിംഹസ്വാമിയെ നമ്മളെ കാത്തിരിക്കണ പോലെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ടു തൊഴാം. അവിടെയൊക്കെ ഒന്ന് മാലകളാട്ടോ. ശ്രീകൃഷ്ണനൊക്കെ നിറച്ച് മാലകളാണ്, മുരുകനും മാല ഉണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ നിറയെ മാലകൾ. ഇത്ര മാലകൾ കാണാൻ ഇപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട്. ഇങ്ങനെ വെറ്റില മാലയും അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസിയുള്ള മാലയും എല്ലാതും കൊണ്ടുവന്നിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം അങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനും അവിടെയൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ട് തൊഴാം, നേരെ കൊടിമരം കണ്ട് തൊഴാം. അപ്പോൾ ആ ധ്വജം ഇങ്ങനെ കൊടിക്കൂറങ്ങനെ പാറുന്നത് കാണാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും അതേപോലെ മുളയറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മി, നാരദരെയും മേൽപ്പത്തൂരിനും വസ്തുവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിന് ശേഷം ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോകുമ്പോൾ ഒക്കെ തിരക്കാട്ടോ. അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോയിട്ട് നോക്കുമ്പോൾ ഇന്ന് ഗോളയ്ക്ക് നന്നായിട്ടുള്ള അലങ്കാരമാണ്. മുഖമൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ലൊരു അമ്മയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പാവാടയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഏകദേശം റോസും കുറച്ച് ഇളം മഞ്ഞ കളർന്ന ആ ഒരു കാഴ്ചയാണ്. അതേപോലെ നല്ല ആഭരണങ്ങളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയും അതിസുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ട് തൊഴുകയാണ്. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക, കോർണറിലെത്തിയിട്ട്. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ കൂത്തമ്പലത്തിൽ വരിക. കൂത്തമ്പലത്തിൽ വന്ന് അവിടെയും വന്ന് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ മുഖം നന്നായിട്ട് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട്. ആ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ കളഭം കൊണ്ട് തന്നെ ഒരു നെക്ലസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്, മുഴുവനായിട്ടുള്ള അലങ്കാരമില്ല, ബാക്കിയുള്ള മുഖം മാത്രമാണ്. പിന്നെ ആ മാലി, അതാണിപ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ കളഭാലങ്കാരം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അപ്പോഴേക്കൊക്കെ ധാരാളം ആളുകൾ പകർച്ച കൊണ്ടുപോകാനുള്ളത് സ്റ്റാഫുകൾക്കും പരിസരവാസികൾക്കൊക്കെ പകർച്ച കൊണ്ടുപോകാനുള്ള ക്യൂ നന്നായിട്ട് കാണാണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ നാരായണാലയത്തിൽ പോയിട്ട് ഭഗവാന്റെ ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം, പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് കണ്ട് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്ത് കഴിഞ്ഞ്
മഹാദേവനെയും പാർവതീദേവിനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.